ഇറാനെതിരായുള്ള അമേരിക്കൻ നീക്കങ്ങൾ ആശങ്കയുടെ മുൾമുനയിൽ നിർത്തുമ്പോൾ ഇറാനെതിരായുള്ള നീക്കത്തെ എതിർത്തുകൊണ്ട് ഗൾഫ് രാജ്യങ്ങൾ മുന്നോട്ട് വരുന്നു. UAE തങ്ങളുടെ പ്രദേശം ഉപയോഗിക്കാൻ അനുവദിക്കില്ലെന്ന് വ്യക്തമാക്കി കഴിഞ്ഞു. US കപ്പൽ വ്യൂഹം ഇന്ത്യൻ മഹാസമുദ്രത്തിൽ കടന്നതോടെ ആശങ്ക വർദ്ധിക്കുമ്പോൾ സ്വർണ്ണ വിപണി ശക്തമായി തന്നെ തുടരുകയാണ്. അറബ് രാജ്യങ്ങളുടെ എതിർപ്പിൽ സാഹചര്യങ്ങളിൽ അയവ് വന്നേക്കാം. അങ്ങനെയെങ്കിൽ വിപണിയിൽ ഒരു ബ്രേക്ക് പ്രതീക്ഷിക്കാം. അതിനുള്ള സാധ്യത കാണുന്നുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുന്നു. എന്നിരുന്നാലും US F-15 വിമാനങ്ങൾ ജോർദാൻ അടക്കമുള്ള സൈനിക താവളങ്ങളിലേക്ക് നീങ്ങുന്നതായുള്ള റിപ്പോർട്ടുകൾക്കിടയിൽ എന്തെങ്കിലും ഒരു നീക്കം ഉണ്ടായാൽ വിപണിയുടെ അടുത്ത കുതിപ്പിലേക്ക് അത് വഴിവെച്ചേക്കാം. ആക്രമണ സാധ്യത വളരെ വിരളമാണെന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇന്നലെ 2 തവണയാണ് സ്വർണ്ണവില പ്രഖ്യാപനം ഉണ്ടായത്. രണ്ടാം വില പ്രഖ്യാപന സമയത്ത് അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഔൺസിന് $5090 പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇന്ന് നേരിയ കുറവോടെ $5075 പരിധിയിൽ എത്തി നിൽക്കുന്നു. എന്നിരുന്നാലും മറ്റു ഘടകങ്ങൾ പരിഗണിക്കുമ്പോൾ കേരള വിപണി മാറ്റമില്ലാതെ തുടരുകയാണ്. ഇന്നലെ രാത്രി തങ്കവില ഗ്രാമിന് 16,380 രൂപയായിരുന്നു. വൈകി വരുന്ന ഇന്നത്തെ തങ്കവില അടിസ്ഥാനമാക്കി സ്വർണം വിൽക്കുമ്പോൾ ലഭിച്ചേക്കാവുന്ന തുകയും 11 മണിയോടെ കമന്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതാണ്. എല്ലാ വ്യൂവേഴ്സിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണ്ണവില നോക്കാം. ഇന്ന് വിലയിൽ മാറ്റമില്ല. ഇന്ന് 27/1/2026 പവന് 1,18,760, ഗ്രാമിന് 14,845. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.